പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അഴിമതി ആരോപണവുമായി രാഹുൽ ഗാന്ധി. സഹാറ ഗ്രൂപ്പിൽ നിന്ന് കോടികൾ മോദി കൈപ്പറ്റിയെന്നും ഇതിന് തെളിവുണ്ടെന്നും രാഹുൽ ഗാന്ധി. ഗുജറാത്തിലെ മൊഹസാനയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോഴായിരുന്നു രാഹുൽ മോദിക്കെതിരെ ആഞ്ഞടിച്ചത്. स्विट्जरलैंड की सरकार ने आपको स्विस बैंक अकाउंट होल्डर्स की लिस्ट दे रखी है। स्विट्जरलैंड की सरकार ने नरेंद्र मोदी जी को सब नाम भेज रखे हैं स्विस बैंक अकाउंट होल्डर्स के। हम जानते हैं क्योंकि पार्लियामेंट में हमने यह सवाल पूछा है और उन्होंने यह हमें बताया है। नरेंद्र मोदी जी, आपके पास वो लिस्ट है, उन चोरों के नाम आपके पास हैं। ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി എം സന്തോഷ് ചേരുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അഴിമതി ആരോപണവുമായി രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു. ഇതിന്റെ തെളിവുകൾ പീപ്പിൾ ടിവിക്ക് ലഭിച്ചിട്ടുണ്ട്. എം സന്തോഷ് ദില്ലിയിൽ നിന്നും ചേരുന്നുണ്ട്. സന്തോഷ്, തെളിവുകൾ സഹിതമാണ് രാഹുൽ ഇപ്പോൾ മോദിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. എത്രത്തോളം നിർണായകമാണ് ഈ തെളിവുകൾ? ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഈ അഴിമതി ആരോപണം ദേശീയ രാഷ്ട്രീയത്തിൽ എങ്ങനെ ഉണ്ടാകാനാണ് സാധ്യത? 2014 വർഷങ്ങളിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് സഹാറ ഗ്രൂപ്പിൽ നിന്നും ബിർള ഗ്രൂപ്പിൽ നിന്നും കോടിക്കണക്കിന് രൂപ നരേന്ദ്രമോദി കൈപ്പറ്റി എന്ന ആരോപണം രാഹുൽ ഉന്നയിച്ചിരിക്കുന്നു. ഇതിൽ തന്നെ ഈ മാസങ്ങൾക്കിടയിൽ ഏതാണ്ട് 2 മാസത്തെ കാലയളവ് ഇടവേളയിലാണ് 55 കോടിയോളം രൂപ ഇത്തരത്തിൽ സഹാറ ഗ്രൂപ്പിൽ നിന്നും കൈപ്പറ്റിയത് എന്നുള്ള ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നു. ഇതിൽ തന്നെ ഈ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള രേഖകളാണ് പീപ്പിൾ ടിവിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 2014 നവംബർ 22-ാം തീയതി സഹാറയുടെ നോയിഡയിലെ ഓഫീസിൽ നിന്നും ഇൻകം ടാക്സ് വിഭാഗം, ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത ചില രേഖകളാണിത്. ഈ രേഖകളിൽ ഏതാണ്ട് 1 വർഷം ഈ സഹാറ ഗ്രൂപ്പിൽ നിന്നും പണം പുറത്തേക്ക് പോയതിന്റെ കൃത്യമായ വിശദാംശങ്ങളുണ്ട്. ആ വിശദാംശങ്ങളിലാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്ക് ഇത്തരത്തിൽ പണം കൈമാറിയെന്ന് വ്യക്തമാക്കുന്നത്. ക്യാഷ് ഗിവൺ ടു അഹമ്മദാബാദ് ബ്രാക്കറ്റിൽ മോഡിജി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരത്തിൽ 2013 നവംബർ മുതൽ 2014 ജനുവരി വരെയുള്ള കാലയളവിൽ വിവിധ തവണ അല്ലെങ്കിൽ ഏറെ തവണകളിലായാണ് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ കൈമാറിയിട്ടുള്ളത്. അതിന്റെ രേഖകളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളതും. ഏതായാലും ഇത് വലിയ രീതിയിൽ ബിജെപിയെ ഇപ്പോൾ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് അല്പസമയം മുമ്പ് ബിജെപി നേതാവ് രവിശങ്കർ പ്രസാദ് വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ ഈ പുറത്തു വന്ന രേഖകൾ വ്യാജമാണെന്നോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മാനനഷ്ട കേസ് സ്വീകരിക്കുമെന്നത് ഉൾപ്പെടെയുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കാതെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പറയുകയും വാർത്താ സമ്മേളനത്തിന്റെ കൂടുതൽ സമയവും കോൺഗ്രസിനെതിരെ മറു ആരോപണങ്ങൾ ഉന്നയിക്കാനുമാണ് രവിശങ്കർ പ്രസാദ് സമയം കണ്ടെത്തിയത്. അതിൽ തന്നെ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും എല്ലാം ഉൾപ്പെട്ട നാഷണൽ ഹെറാൾഡ് കേസും സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വദ്രയുടെ ഹരിയാനയിലെ ഭൂമി ഇടപാടുകളും ഉൾപ്പെടെ ബിജെപി ഉയർത്തിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് ഭൂമിയും ആകാശവും ജലവും എല്ലാം കോഴ വാങ്ങി മറിച്ചു വിറ്റവരാണ് കോൺഗ്രസ്. ഇപ്പോൾ ആരോപണം ഉന്നയിക്കാൻ എന്തവകാശം എന്നാണ് ബിജെപി ഇതിനെ പ്രതിരോധിക്കുന്നത്. ഏതായാലും കോൺഗ്രസിന്റെ രൺദീപ് സുർജേവാല അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ ആരോപണങ്ങളെ സംബന്ധിക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടേക്കുമെന്നാണ് സൂചന. അതേസമയം തന്നെ ഈ സഹാറ ബിർള കമ്പനികളിൽ നിന്നും കോഴ വാങ്ങിയതിലുപരിയായി കോൺഗ്രസിന്റെ കൈവശം കൂടുതൽ തെളിവുകളുണ്ട് എന്നുള്ള സൂചനയും ലഭ്യമാകുന്നു. ഏതായാലും വരും ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിലുള്ള ആരോപണമായി ഇത് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വിശദീകരിക്കാനുള്ള ബാധ്യത ബിജെപിക്കും പ്രധാനമന്ത്രിക്കുമുണ്ട്. സന്തോഷാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ DLF ഫ്ളാറ്റ് സമുച്ചയം പൊളിക്കേണ്ടെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ DLF സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് കോടതി ഉത്തരവ്. എന്നാൽ തീരദേശ പരിപാലന നിയമം ലംഘിച്ചുവെന്ന സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തൽ ഹൈക്കോടതി ശരിവെച്ചു. കമ്പനി 1 കോടി രൂപ പിഴയടയ്ക്കാനും ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു.
തീരദേശ പരിപാലന നിയമം ലംഘിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ചെലവന്നൂർ കായൽ തീരത്തെ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മുൻപ് ഉത്തരവിട്ടത്. ഇതിനെതിരെ DLF സമർപ്പിച്ച അപ്പീൽ ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ സുപ്രധാന വിധി. സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തൽ ഡിവിഷൻ ബെഞ്ച് ശരിവച്ചുവെങ്കിലും ഫ്ളാറ്റ് പൊളിച്ചു നീക്കണമെന്ന ഭാഗം റദ്ദാക്കി. കോടികളുടെ നിക്ഷേപവും ജനങ്ങളുടെ ബുദ്ധിമുട്ടും കണക്കിലെടുത്താണ് ഈ ഇളവെന്ന് കോടതി വ്യക്തമാക്കി. മാത്രവുമല്ല, കെട്ടിടം പൊളിക്കുന്നത് കൂടുതൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും കോടതി വിലയിരുത്തി. ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം DLFന് അനുകൂലമായി സത്യവാങ്മൂലം സമർപ്പിച്ചത് വിവാദമായിരുന്നു. കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന ഹരിത ട്രിബ്യൂണലും നേരത്തെ ഉത്തരവിട്ടിരുന്നു. കൊച്ചി ചെലവന്നൂർ കായലിന്റെ തീരത്താണ് DLFന്റെ വിവാദ ഫ്ളാറ്റ് സമുച്ചയം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 5000 രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയ നടപടി RBI പിൻവലിച്ചു. നവംബർ 19 ഇറക്കിയ ഉത്തരവാണ് പിൻവലിച്ചത്. KYC ഉള്ള അക്കൗണ്ടുകളിൽ എത്ര രൂപ നിക്ഷേപിക്കുന്നതിനും വിശദീകരണം നൽകേണ്ട ആവശ്യമില്ലെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി. എന്നാൽ KYC ഇല്ലാത്ത നിക്ഷേപത്തിന് വിശദീകരണം നൽകേണ്ടി വരും. 19-ാം തീയതി പുറത്തിറക്കിയ ഉത്തരവിലാണ് അസാധു നോട്ടുകളുടെ നിക്ഷേപത്തിന് പുതിയ നിയന്ത്രണം റിസർവ് ബാങ്ക് കൊണ്ടുവന്നത്. ഡിസംബർ 30 വരെ നോട്ട് നിക്ഷേപത്തിന് നിയന്ത്രണമില്ലെന്ന കേന്ദ്ര സർക്കാർ ഉറപ്പിന് വിരുദ്ധമായിരുന്നു പുതിയ നീക്കം. 5000 രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപം ഒറ്റത്തവണയിലൂടെ മാത്രം, നിക്ഷേപിക്കാൻ കാലതാമസം വന്നതിനുള്ള കാരണം ബോധിപ്പിക്കൽ തുടങ്ങിയവയായിരുന്നു നിയന്ത്രണങ്ങൾ. ഇത് വലിയ ആശയക്കുഴപ്പത്തിനിടയാക്കിയ സാഹചര്യത്തിലാണ് പിൻവലിക്കാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചത്. അതേസമയം ജീവനക്കാർക്ക് പേയ്മെന്റ് വഴി ശമ്പളം നൽകാനുള്ള നിയമ ഭേദഗതിക്ക് കേന്ദ്ര മന്ത്രിസഭാ യോഗം അനുമതി നൽകി. പണമായി ശമ്പളം നൽകുന്ന രീതി അവസാനിപ്പിക്കാനുള്ള പ്രാഥമിക നീക്കമാണിത്. ചെക്കായോ ഓൺലൈൻ പേയ്മെന്റായോ ശമ്പളം നൽകാൻ കമ്പനികളെ ചുമതലപ്പെടുത്തുന്നതാണ് ഭേദഗതി. ന്യൂസ് ബ്യൂറോ, ദില്ലി. നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ഇപ്പോൾ കോൺഗ്രസ് വക്താവ് रणदीप सिंह सुरजेवाला वार्ता सम्मेलन നടത്തുകയാണ്. തത്സമയത്തിൽ केवल इतनी बात बताने की आवश्यकता थी. मैं आपसे भी ये सवाल पूछता हूं, इस देश के 130 करोड़ नागरिकों में से किसी के बारे में यही इल्जाम अगर लगता तो क्या CBI और इनकम टैक्स उसे बुलाती नहीं? क्या CBI और इनकम टैक्स उस पर मुकदमा दर्ज नहीं कर लेती? तो 30 महीने तक मोदी जी से तफ्तीश क्यों नहीं की गई? मोदी जी को बुलाकर पूछा क्यों नहीं गया? क्या प्रधानमंत्री? കോൺഗ്രസ് വക്താവ് വാർത്താ സമ്മേളനം നടത്തുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. BJP അധ്യക്ഷൻ അമിത്ഷാ ഡയറക്ടറായ അഹമ്മദാബാദിലെ സഹകരണ ബാങ്കിൽ കള്ളപ്പണം തേടി ആദായ നികുതി വകുപ്പിന്റെ പരിശോധന. നോട്ട് പിൻവലിച്ചതിന് തൊട്ടടുത്ത 3 ദിവസങ്ങളിൽ 500 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ ബാങ്കിൽ എത്തിയത്. BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഡയറക്ടറായ അഹമ്മദാബാദ് ജില്ലാ സഹകരണ ബാങ്കിന് 190 ശാഖകളാണുള്ളത്. ഇതിൽ ആശ്രമം റോഡിലെ ആസ്ഥാനത്താണ് ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയത്. നോട്ട് പിൻവലിക്കൽ പ്രഖ്യാപനം വന്നതിന്റെ തൊട്ടടുത്ത ദിവസം ഇവിടെ വൻതോതിൽ കള്ളപ്പണ നിക്ഷേപം ഉണ്ടായി എന്ന വിവരം ആദായ നികുതി വകുപ്പിന് ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്ന് എൻഫോഴ്സ്മെന്റ് വിഭാഗം നടത്തിയ റെയ്ഡിൽ CCTV ദൃശ്യങ്ങളും നിരവധി രേഖകളും പരിശോധിച്ചു. ഗുജറാത്തിലെ 18 ജില്ലാ സഹകരണ ബാങ്കുകളിലും നോട്ട് നിരോധനത്തിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ വൻതോതിലുള്ള നിക്ഷേപമാണുണ്ടായത്. സംസ്ഥാനത്തെ 18 ജില്ലാ സഹകരണ ബാങ്കുകളിൽ 17 എണ്ണവും BJP ഭരണത്തിന് കീഴിലാണ്. സഹകരണ ബാങ്കുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെതിരെ ആദ്യം രംഗത്തു വന്ന ഒരാൾ പോർബന്ദർ MPയും രാജ്കോട്ട് ബാങ്കിന്റെ ചെയർമാനുമായ വിത്തൻ രഥാദിയായിരുന്നു. ഗാന്ധിനഗറിലെ പാർട്ടി ആസ്ഥാനത്ത് പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ നിന്നും വിത്തൻ രഥാദിയ വിട്ടുനിൽക്കുകയും ചെയ്തു. സംശയമുള്ള ബാങ്കുകളിൽ പരിശോധന നടത്താൻ റിസർവ് ബാങ്കിന്റെ ശുപാർശയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അമിത്ഷാ ഡയറക്ടറായ ബാങ്കിൽ റെയ്ഡ് നടന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മഹാരാജാസ് കോളേജിൽ ചുവരെഴുത്തുമായി ബന്ധപ്പെട്ട പരാതി പിൻവലിച്ചു. സത്യമല്ലാത്ത വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാമെന്ന വിദ്യാർത്ഥികളുടെ ഉറപ്പിന്മേലാണ് പരാതി പിൻവലിച്ചത്. എന്നാൽ പൊതുമുതൽ നശിപ്പിച്ച വിദ്യാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കി. മഹാരാജാസിൽ ചുവരെഴുത്തിന്റെ പേരിലല്ല നടപടികളെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കവിത എഴുതിയതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ പോലീസ് കേസുകൊണ്ടല്ല തീർപ്പാക്കേണ്ടത്, അത് കോളേജിനുള്ളിൽ തന്നെ സംസാരിച്ച് പരിഹരിക്കേണ്ടതാണ്. UAPA ഏറ്റവും കൂടുതൽ കേസെടുത്തിട്ടുള്ളത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെന്നും ആ തെറ്റുകൾ തിരുത്തുകയാണ് ഇപ്പോൾ LDF സർക്കാർ ചെയ്യുന്നതെന്നും കോടിയേരി. കാര്യങ്ങൾ പഠിക്കാൻ പ്രതിപക്ഷ നേതാവ് സമയം കണ്ടെത്തണമെന്നും കോടിയേരി പറഞ്ഞു. നിങ്ങൾ പറയുന്ന ഈ ചുമരെഴുത്ത് നടത്തിയതും കവിത എഴുതിയുമായ പ്രശ്നത്തിൻ്റെ മേൽ പോലീസ് യാതൊരു നടപടി ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല. അതൊരു തെറ്റായ പ്രചരണമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ കവിത എഴുതി എന്നുള്ളത് പേരിലൊക്കെ ഉള്ള പ്രശ്നങ്ങൾ പോലീസ് നടപടി കൊണ്ട് പരിഹരിക്കേണ്ടതല്ല. പ്രിൻസിപ്പളും കോളേജ് അധികൃതന്മാരും അത്തരം പ്രശ്നങ്ങളിൽ
പോലീസ് നടപടി കൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനല്ല ശ്രമിക്കേണ്ടത്. അത് കോളേജിൻ്റെ വ്യവസ്ഥാപിതമായ കമ്മിറ്റിയും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെയായി ചർച്ച ചെയ്ത് അത്തരം പ്രശ്നങ്ങൾക്ക് രമ്യമായ പരിഹാരം കാണും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിലെത്തി. യുഎഇയിൽ 2 ദിവസങ്ങളിലായി വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. നാളെ രാവിലെ 10 മണിക്ക് സ്മാർട്ട് സിറ്റിയുടെ നേതൃത്വത്തിൽ ദുബായിൽ നടക്കുന്ന ബിസിനസ് മീറ്റിൽ പങ്കെടുക്കും. നാളെയും മറ്റന്നാളുമായി ഔദ്യോഗിക ചടങ്ങുകൾ ഉൾപ്പെടെ നിരവധി പരിപാടികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംബന്ധിക്കും. നാളെ രാവിലെ 10 മണിക്ക് ദുബായ് എമിറേറ്റ്സ് ടവറിൽ സ്മാർട്ട് സിറ്റി സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റിൽ പിണറായി വിജയൻ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം ഷാർജ മൂവേസയിൽ ഷാർജ ഇന്ത്യൻ സ്കൂളിന്റെ പുതിയ കെട്ടിടം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഇതിന്റെ ഭാഗമായി ഷാർജ എക്സ്പോ സെന്ററിൽ നടക്കുന്ന പൊതുപരിപാടിയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കും. ഷാർജ ഭരണാധികാരി ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ കൂടിക്കാഴ്ച നടത്തും. വെള്ളിയാഴ്ച രാവിലെ ദുബായിൽ കൈരളി TV നടത്തുന്ന NRI ബിസിനസ് അവാർഡ് ദാന ചടങ്ങിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. വെള്ളിയാഴ്ച 3 മണിക്ക് മുഖ്യമന്ത്രി ദുബായിലെ മാധ്യമ പ്രവർത്തകരുമായി സംവദിക്കും. വെള്ളിയാഴ്ച വൈകിട്ട് UAEയിലെ പ്രവാസി മലയാളി സമൂഹം ഒരുക്കിയ സ്വീകരണ യോഗത്തിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. മുഖ്യമന്ത്രിയായതിനു ശേഷമുള്ള പിണറായി വിജയന്റെ ആദ്യത്തെ വിദേശ സന്ദർശനമാണ് UAEയിലേത്. പ്രവാസികളുടെ പ്രശ്നങ്ങൾ കൃത്യമായി അറിയുന്നയാളെന്ന നിലയിൽ പ്രവാസികൾക്ക് ഗുണകരമാകുന്ന പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് UAEയിലെ 8 ലക്ഷത്തോളം വരുന്ന മലയാളി സമൂഹം. ദുബായിൽ നിന്ന് ക്യാമറമാൻ ഡിൻജോസിനൊപ്പം TJ മാരുദ്ദീൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം പ്രഭാവർമ്മയ്ക്ക്. ശ്യാമമാധവം എന്ന ഖണ്ഡകാവ്യത്തിനാണ് പുരസ്കാരം. ദില്ലിയിൽ ചേർന്ന സാഹിത്യ അക്കാദമിയുടെ വാർഷിക യോഗമാണ് പുരസ്കാരത്തിനായി ശ്യാമമാധവത്തെ തെരഞ്ഞെടുത്തത്. വ്യാസ മഹാഭാരതത്തെ അടിസ്ഥാനപ്പെടുത്തി രചിച്ച ഖണ്ഡകാവ്യത്തിൽ കൃഷ്ണായനം മുതൽ ശ്യാമമാധവം വരെ 15 അധ്യായങ്ങളാണുള്ളത്. പുസ്തകം കൃഷ്ണന്റെ ജീവിതകഥയാണ് പറയുന്നത്. കവിയും ചലച്ചിത്രഗാന രചയിതാവും പത്രപ്രവർത്തകനുമായ പ്രഭാവർമ്മ നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മാധ്യമ ഉപദേഷ്ടാവ് കൂടിയാണ്. തനിക്ക് അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് എഴുത്തുകാരൻ പ്രഭാവർമ്മ പീപ്പിളിനോട് പ്രതികരിച്ചു. വളരെ സന്തോഷകരമായ, വളരെ അഭിമാനകരമായ ഒരു കാര്യമാണിത്. നേരത്തെ ഈ കൃതിക്ക് വയലാർ അവാർഡ് ലഭിച്ചിരുന്നു. ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നു. ഏത് പുരസ്കാരം ലഭിക്കുമ്പോഴും പുരസ്കാരത്തിന് അർഹമാകുന്ന കൃതി വായനക്കാരുടെ ശ്രദ്ധയുടെ ഒരു വെളിച്ചത്തിലേക്ക് നീക്കി വെക്കപ്പെടുക എന്ന ഒരു കാര്യം കൂടിയുണ്ട്. ആ നിലയ്ക്ക് ഈ പുസ്തകം കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു, അങ്ങനെ കൂടുതൽ ആളുകളുടെ മനസ്സിലേക്ക് എത്തുന്നു എന്നുള്ളത് അതിന്റെ രചയിതാവ് നിലയിൽ എനിക്ക് അല്പമായ സന്തോഷമാണ് അത് തരുന്നത് എന്ന് പറയാനാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യക്ഷത്തിൽ കൃഷ്ണ കഥയാണ് പറയുന്നത്. പക്ഷേ അത് തീർച്ചയായും ഒരു സമകാലികമായ പല സംഭവങ്ങളെയും നമ്മളുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് കൂടിയാണ്. അങ്ങനെ ഒരു സമകാലിക പ്രസക്തിയും ഒരു സർവകാലിക പ്രസക്തിയും ഉണ്ട് അതിലെ വിഷയത്തിന്, അതിലെ ഇതിവൃത്തത്തിന് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഈ തോന്നൽ ധാരാളം ആളുകൾ പങ്കിടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണല്ലോ ആ കൃതിക്ക് ഈ വിധത്തിലുള്ള അംഗീകാരങ്ങൾ ലഭിക്കുന്നതും. കണ്ണൂർ, തൃശൂർ ജില്ലകളിലെ ജില്ലാ സഹകരണ ബാങ്കുകളിൽ എൻഫോഴ്സ്മെന്റിന്റെ പരിശോധന. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ വിനീഷ വൃന്ദാവൻ ചേരുന്നുണ്ട്. വിനീഷ, വിവരങ്ങൾ. സ്വാമി, കോഴിക്കോട് ജില്ലാ ബാങ്കിൽ എൻഫോഴ്സ്മെന്റ് അധികൃതർ നടത്തിയ മിന്നൽ പരിശോധന അവസാനിച്ചിരിക്കുന്നു. അല്പസമയം മുൻപാണ് പരിശോധന അവസാനിച്ചത്. നവംബർ 8-ന് ശേഷം, അതായത് നോട്ട് പിൻവലിച്ചതിന് ശേഷം 1000, 500 രൂപ നോട്ടുകൾ പിൻവലിച്ചതിന് ശേഷമുള്ള ബാങ്കിന്റെ ഇടപാടുകളാണ് പ്രത്യേകമായും എൻഫോഴ്സ്മെന്റ് അധികൃതർ പരിശോധിച്ചത്. ഇതിൽ 1000-ന്റെയും 500-ന്റെയും എത്രത്തോളം നോട്ടുകൾ ഓരോ ജില്ലാ ബാങ്കും റിസർവ് ബാങ്കിൽ നിന്നും മാറ്റിയെടുത്തു, ഇടപാടുകാർക്ക് നോട്ട് പിൻവലിച്ചതിന് ശേഷം ഇടപാടുകാരിൽ നിന്ന് എത്രത്തോളം രൂപ നിക്ഷേപമായി സ്വീകരിച്ചു, ഇതിനുശേഷം നടന്ന എല്ലാ ഇടപാടുകളും, ഒപ്പം എത്ര രൂപ ഏതൊക്കെ അക്കൗണ്ടുകളിൽ വന്നു, എത്രത്തോളം ബിനാമി അക്കൗണ്ടുകൾ വന്നിട്ടുണ്ടോ, മറ്റു സഹകരണ ബാങ്കുകളിൽ നിന്ന് ജില്ലാ ബാങ്കുകളിലേക്ക് അക്കൗണ്ടുകൾ വന്നിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള സഹകരണ ബാങ്കുകളുടെ ഇടയിലുള്ള ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് അധികൃതർ പരിശോധിച്ചത്. സ്വാമി, കണ്ണൂർ, കോഴിക്കോട്, തൃശൂർ ജില്ലാ സഹകരണ ബാങ്കുകളിൽ എൻഫോഴ്സ്മെന്റിന്റെ പരിശോധന. നോട്ട് നിരോധനത്തിന് ശേഷമുള്ള ഇടപാടുകളാണ് പരിശോധിക്കുന്നത്. വിവരങ്ങളാണ് വിനീഷ നൽകിയത്. DCC പുനഃസംഘടനയിൽ അതൃപ്തി പരസ്യമാക്കി ഉമ്മൻചാണ്ടി. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ സൗകര്യമുണ്ടെങ്കിൽ പങ്കെടുക്കുമെന്നും തീയതി അറിയിക്കേണ്ടത് KPCC പ്രസിഡന്റാണെന്നും ഉമ്മൻചാണ്ടി. DCC പ്രസിഡന്റുമാരെ തീരുമാനിച്ചതിൽ തനിക്ക് പരാതിയില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ഇതിപ്പം പത്രങ്ങളിൽ ധാരാളം വാർത്ത വരുന്നുണ്ട്. DCC പ്രസിഡന്റുമാരെ വെച്ചതിൽ അസംതൃപ്തി, പ്രതിഷേധം. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഈ കാര്യത്തിൽ ഞാനൊരു പരാതിക്കാരനല്ല. ഒരു പരാതി ഒരിടത്തും പറഞ്ഞിട്ടില്ല.
പറയാൻ പോകുന്നുമില്ല. ഏതാ അത് ഞാൻ പറഞ്ഞല്ലോ, അത് വെക്കുന്ന ദിവസം ഞാൻ ഉണ്ടെങ്കിൽ അത് കാര്യം നോക്കും. അല്ലല്ല, അതിനോട് എനിക്ക് യോജിപ്പില്ല. അതിനോട് യോജിപ്പില്ല. അത് KPC പ്രസിഡന്റ് തീരുമാനിച്ചാൽ മതി. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന് ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായ VS അച്യുതാനന്ദൻ കത്തയച്ചു. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവർക്കെതിരായ അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് VSന്റെ കത്ത്. കേസ് അന്വേഷണം ഒരു പോലീസ് സൂപ്രണ്ടിന്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘത്തെ ഏൽപ്പിക്കണമെന്നും VS കത്തിൽ ആവശ്യപ്പെട്ടു. മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള പ്രതികൾക്കെതിരെ കേസെടുക്കണമെന്ന് കോടതി വിധിച്ചിട്ട് 6 മാസമാവുകയാണ്. ഇപ്പോൾ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു. ഇതിനിടയിൽ അന്വേഷണം അട്ടിമറിക്കാനുള്ള ചെപ്പടി വിദ്യകളുമായി വെള്ളാപ്പള്ളി നടേശനും മറ്റും ഇറങ്ങിയിരിക്കുകയാണെന്നും VS തന്റെ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. UDF നേതാക്കളുടെ ബന്ധുക്കളെ സർക്കാരിന്റെ വിവിധ തസ്തികയിൽ നിയമിച്ച സംഭവത്തിൽ പരാതിക്കാരൻ കൂടുതൽ രേഖകൾ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. G. കാർത്തികേയൻ, M. വിൻസെന്റ് MLA എന്നിവരുടെ അടുത്ത ബന്ധുക്കളെ സർക്കാരിന് കീഴിലെ ചില സ്ഥാപനങ്ങളിൽ നിയമിച്ചതിന്റെ ഉത്തരവിന്റെ പകർപ്പാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയത്. ഉമ്മൻചാണ്ടിയുടെ അടുത്ത ബന്ധുവിനെ സഹകരണ പരീക്ഷാ ബോർഡ് ചെയർമാനാക്കി നിയമിച്ചതിന്റെ രേഖകൾ കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. മുൻ UDF സർക്കാരിന്റെ കാലത്ത് ശങ്കർ റെഡ്ഡിയെ ക്രമവിരുദ്ധമായി വിജിലൻസ് ഡയറക്ടറാക്കിയെന്ന പരാതി പരിഗണിക്കുന്നത് തിരുവനന്തപുരം വിജിലൻസ് കോടതി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി. പരാതിയിൽ ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും സർക്കാർ കോടതിയിൽ ഹാജരാക്കി. UDF ഭരണകാലത്തെ മന്ത്രിമാരുടെ ബന്ധുക്കളെ സർക്കാരിന്റെ വിവിധ തസ്തികയിൽ നിയമനം നൽകിയത് സംബന്ധിച്ചുള്ള കേസ് പരിഗണിക്കുന്നതും വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി. മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുള്ള രഥഘോഷയാത്ര നാളെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടും. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം 25-ന് തങ്കയങ്കി സന്നിധാനത്തെത്തും. 26-നാണ് മണ്ഡലപൂജ. മണ്ഡലപൂജയ്ക്ക് ശബരിമല അയ്യപ്പന് ചാർത്താനുള്ള തങ്കയങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര നാളെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും തിരിക്കും. രാവിലെ പ്രത്യേക പൂജകൾക്ക് ശേഷം പ്രത്യേകം തയ്യാറാക്കിയ രഥത്തിലാണ് ഘോഷയാത്ര ആരംഭിക്കുക. വിവിധ ക്ഷേത്രങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ആദ്യ ദിനം ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രത്തിൽ വിശ്രമിക്കും. തുടർന്ന് 2ാം ദിനം കടമനിട്ട ഭഗവതി ക്ഷേത്രം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ സ്വീകരണം വാങ്ങി കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. 24-ന് രാവിലെ തുടരുന്ന ഘോഷയാത്ര രാത്രി പെരുന്നാട് ക്ഷേത്രത്തിലും തുടർന്ന് 25-ന് ലാഹാസത്രം, പ്ലാപ്പള്ളി, നിലയ്ക്കൽ വഴി ഉച്ചയ്ക്ക് പമ്പയിൽ എത്തിച്ചേരും. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ തങ്കയങ്കി ഭക്തർക്ക് ദർശനത്തിന് വെക്കും. തുടർന്ന് തലച്ചുമടായി ശരംകുത്തിയിലെത്തിക്കുന്ന തങ്കയങ്കി ദേവസ്വം അധികൃതർ സ്വീകരിച്ചാനയിച്ച് സന്നിധാനത്തെത്തിക്കും. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന 25-ന് നടക്കും. 26-നാണ് മണ്ഡലപൂജ. ന്യൂസ് ബ്യൂറോ, ശബരിമല.